ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊള്ളാം കുഞ്ഞോളെ, നിന്നെ കാണാനും നിന്റെ കൂടെ നിൽക്കാനും ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നതാ നിന്റെ ഭദ്രേട്ടൻ. എന്നെ എന്റെ കുടുംബത്തെയും ഇത്രത്തോളം ആക്ഷേപിച്ചു വിട്ടത് ഭയങ്കര മോശമായി പോയി. ഇപ്പോ ഈ വീട്ടിലുള്ളവരോടൊക്കെ വരാൻ ഞാൻ പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്താ? ഇവരെന്റെ അമ്മയെ മതി, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ട. നിന്നെയും നിന്റെ അമ്മയും ഇവിടെ നിർത്തിയത് ഞാനാണ്. അപ്പോ നിനക്കെന്തെങ്കിലും പ്രശ്നം വന്നാ നീ അത് പറയേണ്ടത് ആരോടാ? അത് ചെയ്യാതെ നീ വഴക്കിന് പോവാണോ? ഏട്ടത്തിക്കിപ്പോ എന്താ വേണ്ടത്? ഇവര് രണ്ടുപേരെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനെ അവരെ പറഞ്ഞുവിടാൻ മാത്രം കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. നീലിമയും അനസൂയയുമാണ് അങ്ങോട്ട് വഴക്കിന് ചെന്നത്. അല്ലയോ, അങ്ങനെ എന്റെ ഭാര്യ മോളെ കുറ്റം പറയണ്ട. ജോലിക്കാരികളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. എന്താ കുഞ്ഞോളെ, പഴയതൊക്കെ മറന്നോ നീ? പഴയതെന്തോന്നു? അതെ, കുഞ്ഞോൾക്ക് മനസ്സിലായി. ഇനിയും സംസാരിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി രമേ നീ. അതോ നിന്റെ ഭർത്താവിന്റെ തീരുമാനം തന്നെയാണോ നിനക്കും? എങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം. ഇവറ്റകളെയൊക്കെ ഇവിടെ ഓടിക്കാൻ പറ്റിയ സമയം ഇതാ. ശല്യവും തീരും, ഭദ്രേട്ടന്റെ കുത്തുവർത്തമാനം കേൾക്കേണ്ടിയും വരില്ല. രമയൊന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചിടത്തോളം ജയേട്ടൻ പറഞ്ഞത് തന്നെയാ ശരി. ഇവരെ പറഞ്ഞു വിടേണ്ട ഒരു തെറ്റും ഇവര് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മയെ കുറ്റം പറഞ്ഞപ്പോ അവള് തല്ലുവെന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റ്? എന്തായാലും ഇവരെ എങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല. ബാക്കിയൊക്കെ ഏട്ടത്തിയുടെ ഇഷ്ടം. ഇത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരു കുടുംബം പോലെയൊക്കെ കഴിയുമ്പോ അതിൽ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതിന് ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. അളിയോ, ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതിപ്പോ വീണ്ടും ആലോചിച്ചപ്പോഴാ അതിന്റെ ഒരു വശം പിടികിട്ടിയേ. ഇരുഭാഗത്തും തെറ്റുണ്ട്. നീലുവിന്റെ എന്റെ മോളുടെയും കാര്യം ഞാൻ പറയാം. ഇവര് രണ്ടുപേരോടും ക്ഷമിച്ചിരിക്കുന്നു. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ക്ഷമിക്കാൻ പറ്റുന്നൊന്നുമല്ല ഇവള് ഞങ്ങളെ പറഞ്ഞത്. ഇതിപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഞങ്ങൾ തെറ്റുകാരല്ലേ? രമ പറയാതെ പറഞ്ഞതും അത് തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ മുതലാളിമാരും ജോലിക്കാരും കൂടി ഇവിടെ അങ്ങ് കഴിഞ്ഞു. ഞങ്ങൾ പോയി തരാം. മനുഷ്യ എങ്ങോട്ട് പാടി.
നിലു, നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കേ. എന്താ ആലോചിക്കാൻ? നിങ്ങളുടെ പെങ്ങളും അളിയനും പറഞ്ഞത് കേട്ടില്ലേ? ചുരുക്കി പറഞ്ഞാലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. എടി, നമ്മൾ എങ്ങോട്ട് വന്ന് എന്തിനാ? ഇവളുടെ അർജുന്റെയും കാര്യം ശരിയാക്കാൻ. എടി, ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയാ പിന്നെ ഇവിടേക്ക് വരാൻ പറ്റില്ല. അതിപ്പോ ഇവിടെ അട്ടിപ്പേറ് കിടന്നിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അർജുന വേലക്കാരി പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താലും ഇവൾക്ക് കിട്ടുന്ന കാര്യം സംശയമാ. നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ അവളോട് ക്ഷമിച്ചു എന്ന്? എടി, അത് ഞാൻ ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി പ്ലേറ്റ് ഒന്ന് മാറ്റിയതല്ലേ? നിങ്ങളെ പ്ലേറ്റ് തിരിച്ചും മറിച്ചും ഇവിടെ അങ്ങ് കൂടിക്കും. ഞാനും എന്റെ മോളും പോവാ. ഞങ്ങൾ ഇറങ്ങുക. ഞാനും എന്റെ മോളും കാരണം ഇവിടെ ജോലിക്ക് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട. അവരെയാണല്ലോ ഇവിടെ എല്ലാവർക്കും പ്രിയം. ഈ വീട്ടിലെ ആരെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി. അതിന് നിങ്ങളോട് ഇവിടുന്ന് പോകാൻ ആരും പറഞ്ഞില്ലല്ലോ നീലിമേ. നീയായിട്ട് പോകുന്നല്ലേ? മനസ്സിലൊന്നു വെച്ചിട്ടേ പേരൊന്നു പറയരുത് ജയേട്ട. എനിക്കറിയാം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. എപ്പോഴും ഇങ്ങനെ ആയാ മതി. നീയൊക്കെ നോവിച്ചു വിടുന്നത് ആരെയാണെന്ന് ഓർത്തു വെച്ചു. നിന്നെയൊക്കെ രണ്ടിനെ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് നീലിമ എന്നല്ല. പണി ഞാൻ തരുന്നുണ്ട്. ഇവളുമാര് കാരണം എന്നെങ്കിലും തല കുനിക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ. ഇല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. വാ മോളെ. കൊള്ളാം കുഞ്ഞോളെ, നിന്നെ കാണാനും നിന്റെ കൂടെ നിൽക്കാനും ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നതാ നിന്റെ ഭദ്രേട്ടൻ. എന്നെ എന്റെ കുടുംബത്തെയും ഇത്രത്തോളം ആക്ഷേപിച്ചു വിട്ടത് ഭയങ്കര മോശമായി പോയി.